നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയുടെ വിതരണം സംബന്ധിച്ച അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും മറ്റു വാർത്തകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, സംസ്ഥാനത്ത് 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് സംസ്ഥാന സർക്കാർ എല്ലാ മാസവും 1600 രൂപ വീതം ക്ഷേമ പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമോദയ ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും നീക്കിവെക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് എല്ലാ മാസവും 1600 രൂപ വീതം വിതരണം ചെയ്യുവാൻ കഴിയാത്ത സാമ്പത്തിക സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം കൃത്യമായി തന്നെ തുടങ്ങുവാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക മുതൽ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയുള്ള ഒരു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ 4 മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുവാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണ തീയതി ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നതായിരിക്കും. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ തുക ലഭിക്കുന്നതിന് മുമ്പ് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും സംസ്ഥാന സർക്കാർ ആദ്യം പെൻഷൻ തുക നിക്ഷേപിക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ വിതരണ തീയതി ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം സംബന്ധിച്ച അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെയായി ന്യൂസ് മാഗസിൻ മലയാളം എന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്